സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശം, കമൻറ്റുകൾ എല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണ്, ചരിത്ര മുഹൂർത്തമാണ്. കാരണം നിഫ്റ്റി 23,000 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് എത്തിയിരിക്കും. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ 23,023 എന്ന മാജിക് നമ്പറിലാണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ സ്പോട്ട് 22,993 എന്ന ഓൾമോസ്റ്റ് 23,000 എന്ന ആ നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരു പുതിയ ഓൾ ടൈം ഹൈ വീണ്ടും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹൈലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റി അറ്റ് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫ്യൂച്ചർ 23,028 ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തു. സ്പോട്ട് പ്രൈസ് 22,993 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെൻസെക്സും കയറി വന്നിരിക്കുന്നത്. അടിപൊളി ഗെയിനാണ് ഓരോ ഇൻഡെക്സുകളും ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഹോങ്കോങ്ങിനെ മറികടക്കാൻ പോവാണ്. ഇപ്പം ഇന്ത്യ ഉള്ളത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാർക്കറ്റ് ക്യാപ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്താണ്. ഫസ്റ്റ് ഉള്ളത് US, ചൈന, ജപ്പാൻ, ഹോങ്കോങ്, ഇന്ത്യ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ മാസം തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഹോങ്കോങ്ങിനെ മറികടന്ന് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ RBIയുടെ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ടായിരുന്നു. 2.1 ലക്ഷം കോടി രൂപയുടെ ഒരു ഡിവിഡൻഡാണ് ഗവൺമെന്റിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചതിന് 1.05 lakh crore ആയിരുന്നു. അത് നേരെ ഡബിളായിട്ടാണ് ഗവൺമെന്റിന് RBI കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു മൂവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻഡിഗോയുടെ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റാർ ഹെൽത്ത് അലീഡ് ഇൻഷുറൻസിന്റെ ഇന്ന് 1% ഒരു വർധനമാണ് സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. കാരണം 7% സ്റ്റോക്കുകൾ ബ്ലോക്ക് ഡീലിലൂടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതിന് കാരണമാണ് സ്റ്റോക്ക് പ്രൈസ് 1% വർദ്ധിച്ചിരിക്കുന്നത്. സൺ ഫാർമ ഇന്ന് 3% ഇടിവ് രേഖപ്പെടുത്തി. കാരണം അതിന്റെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. അതായത് 10ൽ താഴെയുള്ള 1%ലാണ് അതിന്റെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതോടുകൂടി ഇൻവെസ്റ്റേഴ്സിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദീപക് നൈട്രേറ്റ് ഇന്ന് 5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. Q4 റിസൾട്ട് വളരെ മോശമായതാണ് അതിന് കാരണം. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഇന്ന് 3% ഒരു നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി ജിയോ ഫിനാൻഷ്യൽസ് തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത തന്നെയാണ്. പവർ ഗ്രിഡ് ഇന്ന് 2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. Q4 റിസൾട്ട് വളരെ വീക്കാണ്. അദാനി എന്റർപ്രൈസസ് ഇന്ന് 8% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. കാരണം BSE സെൻസെക്സിൽ 30 സ്റ്റോക്കുകൾ ഉള്ളതിൽ വിപ്രോയെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അദാനി എന്റർപ്രൈസസിന് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അത് ഈ ഒരു സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും നെക്സ്റ്റ് റീജിക്ക് ഉണ്ടാകുക. ആ റീജിക്കിൽ വിപ്രോനെ എടുത്തു കളഞ്ഞിട്ട് അദാനി എന്റർപ്രൈസസ് സെൻസെക്സിൽ ഇടം പിടിക്കുന്നതോടുകൂടി ആ സ്റ്റോക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഈ ന്യൂസ് വന്നതോടുകൂടി 8% മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൂപ്പിൻ ഇന്ന് 5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. US മാർക്കറ്റിലെ ലൂപ്പിന് ശക്തമായ കോമ്പറ്റീഷൻ ഉയർന്നു വരുന്നു എന്ന വാർത്തയെ തുടർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് 16% ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം Q4 റിസൾട്ട് നാളെയാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് 16% മുന്നേറ്റം ഉണ്ടാക്കി. റിമാൽ കൊടുങ്കാറ്റ് വെസ്റ്റ് ബംഗാളിലേക്ക് ഞായറാഴ്ചയോടുകൂടി എത്തിച്ചേരും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പേജ് ഇൻഡസ്ട്രീസിന്റെ Q4 റിസൾട്ട് 38% ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ITC Q4 റിസൾട്ടിൽ 1.3% നെറ്റ് പ്രോഫിറ്റിൽ ഇടിവുണ്ടായിട്ടുള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നൊരു ദിവസത്തേക്കുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് സമ്മിശ്ര പ്രതികരണമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 23,046 ട്രേഡിംഗ് നടക്കുന്നത്. 16 പോയിന്റ് ഗ്രീനിലാണ്. നിക്കി 486 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 326 പോയിന്റ് റെഡിലാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. നിഫ്റ്റി ഇന്ന് 16 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു.
417 പോയിന്റിന്റെ അഥവാ 1.84% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ കിട്ടിയത്. ഇന്ന് ഓപ്പണായ 22,614 നിന്ന് 353 പോയിന്റ് ലാഭത്തിൽ 22,968 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 39 എണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 11 എണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, എമാൻഡം, ഏഷ്യർ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റി പ്രധാനമായിട്ടും മുകളിലോട്ട് ഉയർത്തിയത്. അതേസമയത്ത് സൺഫാർമ, പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 940 പോയിന്റിന്റെ ഒരു ഗെയിനാണ്, അഥവാ 4.27% ഒരു ഗെയിനാണ് നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. മെയ് മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 400 പോയിന്റിന്റെ അഥവാ 1.77% ഒരു ഗ്രോത്ത് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 0.42% കുറയാണ് ചെയ്തിട്ടുള്ളത്. 21.38 ഇന്നത്തെ ക്ലോസിംഗ്. നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ വെർജിൻ CPR ആയിട്ടാണ് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നതിനാൽ നാളെ ഒരു ദിവസവും കൂടി ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,899 ആരംഭിച്ച് 869 പോയിന്റ് ലാഭത്തിൽ 48,769 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 21,370 ആരംഭിച്ച് 361 പോയിന്റ് ലാഭത്തിൽ 21,732 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 74,254 ഓപ്പൺ ആയിട്ട് 1,164 പോയിന്റ് ലാഭത്തോടു കൂടി 75,418 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 11,401 ഓപ്പൺ ആയിട്ട് 18 പോയിന്റ് ലാഭത്തോടു കൂടി 11,420 ഇന്ന് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വർദ്ധിച്ചിട്ട് $78.16 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $2,367 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുകയാണ്. 83.28 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് 2.25% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി. അതേസമയത്ത് നിഫ്റ്റി ഫാർമ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.63% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഫാർമ ബീസും ഗോൾഡ് ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് ഇന്ന് 8.19% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ വേദാന്ത ലിമിറ്റഡ് 2.72% ഹയസ്റ്റ് ലോസും ഇന്ന് മാർക്കറ്റിലുണ്ടാക്കി. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, വോൾട്ടാസ്, എമാൻഡം, ഏഷ്യർ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക്, LT, മാരുതി, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, AU ബാങ്ക്, അൾട്രാടെക് സിമെന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ വേദാന്ത ലിമിറ്റഡ്, സൺഫാർമ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ലോറസ് ലാബ്സ്, ഹിൻഡാൽകോ, ജുബിലന്റ് ഫുഡ്സ്, ഇന്ത്യ ഹോട്ടൽസ്, കോൾ ഇന്ത്യ, UPL, ജിന്ദാൽ സ്റ്റീൽ, NTPC ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവുമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,353 സ്റ്റോക്കുകളിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 627 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 1.12 PCR വരുന്നത്. ഇത് ക്ലിയർലി ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത്. 22,968 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 40 പോയിന്റ് മുകളിലായിട്ട് 23,008 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഫ്യൂച്ചറിന്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് മോഡാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് 23,500 56 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് 22,500 35 ലക്ഷം പുട്ട് റൈറ്റിംഗ് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.2 വന്നിരിക്കുന്നത്. ക്ലിയർലി ബുള്ളിഷ് ആണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത്. 48,769 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 91 പോയിന്റ് മുകളിലായിട്ട് 48,860 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് മോഡിലാണ് ഫ്യൂച്ചറിന്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 49,000 20 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 48,000 32 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും PCR നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് മോഡിലാണുള്ളത്. ഇനി നമുക്ക് റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ AGS ലോജിസ്റ്റിക്സ്, ആപ്പിൾ ഇന്ത്യ, ആദിത്യ വിഷൻ, 63 മൂൺ ടെക്നോളജീസ്, ബോഷ്, അശോക് ലൈലാൻഡ്, GN ആക്സിൽസ്, ബജാജ് ഹെൽത്ത് കെയർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, EID പാരി,
ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, കോഫി ഡേ എന്റർപ്രൈസസ്, ഗ്ലെൻമാർക്ക് ഫാർമ, നസാറ ടെക്നോളജീസ്, പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻസ്, സൺ TV നെറ്റ്വർക്ക്. ഏകദേശം 300-ലധികം കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ള. അതിൽ നിന്ന് ഏകദേശം 20ഓളം കമ്പനികളാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA മിഷിഗൻ കൺസ്യൂമർ സെന്റിമെന്റ് ഫൈനൽ, USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, കാനഡ റീറ്റെയിൽ സെയിൽസ്, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഫ്രാൻസ് ബിസിനസ് കോൺഫിഡൻസ്, UK റീറ്റെയിൽ സെയിൽസ്, ജർമ്മനി GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവന്റുകളാണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് വരാനുള്ളത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ 4 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 23 ട്രേഡിൽ നിന്നും 1:6.25 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 8.91% അഥവാ 53,471 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 7.9% പ്രോഫിറ്റ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റിയിൽ 10.4% ഉണ്ട്, ഫിൻ നിഫ്റ്റിയിൽ 6.3 ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 7.1 ഉണ്ട്, സെൻസെക്സിൽ 13.3 ഉണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 8.1 ഉണ്ട്. ഇത്രയും നല്ല എല്ലാം തന്നെ ഇന്ന് പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. ഈ മാസം ഞങ്ങൾ ഇതുവരെയായിട്ട് 53.74% പ്രോഫിറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. വളരെ നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോൺ നോട്രേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യണം എന്നാണ്. യെസ്റ്റർഡേ ഹൈ മുതൽ ബോട്ടം CPR വരെയുള്ള ആ ഒരു സോണിനെ വിട്ടിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. കാരണം മാർക്കറ്റ് CPRന്റെ മുകളിൽ ഓപ്പൺ ആയി ഇതിന്റെ നോട്രേറ്റ് സോണിന്റെ ബ്രേക്ക്ഔട്ട് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് എല്ലാവർക്കും ഇന്ന് 100% ബുക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് മെസ്സേജ് വന്നത് ഇന്നാണെന്ന് തോന്നുന്നു. കാരണം നിഫ്റ്റിയാണ് ഒരുവിധം ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്യുന്നത്, അവർക്കൊക്കെ ഇന്ന് സൂപ്പർ എൻട്രി ആണ് കിട്ടിയത്. കാരണം ക്ലിയർലി വൺ സൈഡ് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് കോസ്റ്റ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വൈകുന്നേരം വരെ കാത്തു നിൽക്കുക എന്ന ഒരൊറ്റ ജോലി മാത്രമേ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. 136% ഒരാൾ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഡിപ്ലോയിഡ് ക്യാപിറ്റലിന്റെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ക്ലിയർലി ബ്രേക്ക്ഔട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് പറന്ന് പൊങ്ങിയ മാർക്കറ്റ് R1 വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന 22,845 ചെറിയൊരു കൺസോൾട്ടേഷൻ കാണിച്ചു വെച്ചു. പിന്നീട് R3യും കഴിഞ്ഞ് R4ലാണ് ക്ലിയർലി 23,000 എന്ന ലെവലിൽ 22,993 എന്നത് R4 ലെവലാണ്. അവിടെയാണ് മാർക്കറ്റ് പോയി സ്റ്റോപ്പായിരിക്കുന്നത്. എന്തായാലും ഒരു വൻപൻ മുന്നേറ്റമാണ് നിഫ്റ്റിയിലും സെൻസെക്സിലും ഇന്ന് വന്നത്. ഇനി ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കുറേ ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു സിഗ്സാഗ് മൂവ്മെന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുണ്ടല്ലേ, ഈ രീതിയിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അതൊരു ബ്രേക്ക്ഔട്ട് ക്ലിയർലി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട റാസ് ലെവൽസിന്റെ ടാർഗറ്റ് 23,239 നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. 23,250 വരെ മാർക്കറ്റ് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ ഈ മെയ് മാസത്തിൽ ആ ഒരു ടാർഗറ്റ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. ഇനി സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിലും മറിച്ചല്ല, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓൾ ടൈം ഹൈ 2 പ്രാവശ്യം ടച്ച് ചെയ്തത്, മൂന്നാമത്തെ തവണ വന്നത് ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. നാളെ ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയി കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. സെൻസെക്സ് ഈ മാസം പോയി എത്തേണ്ടത് 76,534 മോസ്റ്റ് പ്രോബബ്ലി അവിടെ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ മിഡ് ക്യാപ്പ് കുറേ ദിവസമായിട്ട് റെഡ് ക്യാൻഡിലിന് മുകളിലോട്ട് കയറി പോകുന്ന ഒരു പ്രതിഭാസം കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിന്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം അത് മുന്നോട്ട് പോയാൽ അതിന്റെ ടാർഗറ്റ് എത്തും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നാളെയോ മറ്റന്നാളോടു കൂടി അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യും മെയ് മാസത്തിലേക്കുള്ളത്. പിന്നെ അതിന്റെ മുകളിൽ 2 റാസ് ലെവൽസ് ഉണ്ട്. എന്തായാലും ഈ മാസം അവിടെ വരെ എത്തില്ല എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് സൂപ്പറായിട്ട് കയറിപ്പോയിട്ട് നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഫിനാൻസ് സെക്ടർ പൊതുവെ ഒരു വീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും ഓൾ ടൈം ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ നല്ല ഒരു മുന്നേറ്റമാണ് ഇവിടെ. ഈ ഫിനാൻസ് സെക്ടർ രണ്ടിലും ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമ്മുടെ നോട്രേറ്റ് സോണിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് കയറി പവർഫുൾ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് മൊത്തം കണ്ടിരിക്കുന്നത് 904 പേരാണ്.
ഈ ചാനൽ ഇതുവരെയായിട്ട് 10,800 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കമൻറ്റുകൾ, പ്രധാനപ്പെട്ട കമൻറ്റുകൾ നോക്കുന്നത് ഫൗസിയ പറഞ്ഞിരിക്കുന്നു, മറ്റ് ഗ്രൂപ്പുകളിൽ ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്ത് കോൾസ് തരുന്നത് കണ്ടിട്ടുണ്ട്. താങ്കളും അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ സ്പൈക്കിൽ ആക്റ്റീവായി SL ആകുന്നത് കുറക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു പരിപാടികൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. മാർക്കറ്റ് ഡിറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിശ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് പോയാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഹ്യൂജ് ലോസ് വരും. ഞാൻ ആ രീതിയിൽ ഒരു കോൾ എടുക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെതായ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. ഒരു ട്രേഡിംഗ് റേഞ്ച് മോർണിംഗിൽ തന്നെ ഞാൻ ഡിഫൈൻ ചെയ്ത് വയ്ക്കും. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ടായാലും മുകളിലോട്ടായാലും രണ്ട് ഇതും ഞാൻ റെഡിയാക്കി വെക്കും. താഴോട്ട് മാർക്കറ്റ് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിൽ പുട്ടിലേക്ക് കിട്ടും, അല്ലെങ്കിൽ കോളിലേക്ക് കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ദെൻ ഇവിടെ എന്താണ് ഹരികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, സർ കൊച്ചിൻ ഷിപ്പ്യാർഡ് വിൽക്കണോ ഹോൾഡ് ചെയ്യണോ? ഓക്കെ, ഇതിന് എനിക്ക് നോക്കാതെ പറയാനാവില്ല. നാളെ ഇതിൻ്റെ റിസൾട്ടാണ്. ഇന്ന് 16% അത് കയറിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു 50%-ലധികം അത് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മറുപടി ഉണ്ടാവും. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ എത്തിയ ഒരു മറുപടി ഉണ്ടാവും. അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. രഞ്ജിത്ത് പറഞ്ഞു, യുവർ ക്യാപ്ഷൻസ് ആർ ടു deceiving just to attract viewers. Opposite happens mostly. Brother, stay away from this channel. That's good for you. I think so. Okay, കാരണം ഞാൻ ഒരാളെയും അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ച് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് വ്യൂ കൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്കിതൊന്ന് കാശ് വാരി പോകണം എന്നുള്ളൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്ന ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതിനെ വിട്ട് മാറി നിൽക്കുക, ഇതിൽ നിന്നും അകന്ന് നിൽക്കുക. വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത്. കാരണം നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു അനലിസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നെക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതിലുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ദെൻ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ടുഡേ അറ്റ് 3:01 PM 225 നമ്പേഴ്സ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇന്നലത്തെ സംഭവമാണ് ഈ പറയുന്നത്. എന്തായാലും നല്ല പ്രോഫിറ്റിലാണ് ഇന്നലെയും എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. ഇന്നും സൂപ്പർ പ്രോഫിറ്റാണ്. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 638 പേര് മാത്രമാണ്. ഇതിനകത്ത് ഒരുപാട് സ്ഥിരം മെസ്സേജ് ഇടുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ബോണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ RBI യെസ്റ്റർഡേ? ബോണ്ട് റിക്കവർ ഇന്നലെ ഡിക്ലെയർ ചെയ്ത ബോണ്ടിന്റെ ആഘോഷമാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം ഗവൺമെന്റിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ പണം ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് നടന്നത്. സൂപ്പറായിരുന്നു. എന്തായാലും ഇത് ചോദ്യം ചോദിച്ചത് ജോർജ് സക്കറിയ. ദെൻ ഇതാരാണ് ഷാജൻ പി. ഈ മെസ്സേജൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? എനിവേ, ഗുഡ് മെസ്സേജസ്. തീർച്ചയായിട്ടും തള്ളിമറിക്കാൻ അറിയാം മാമ, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ എവിടെ നിന്നൊക്കെ തലയിലേക്ക് ഇങ്ങനെ പലതും കയറി വരും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ട് അത് എഴുതി പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. കുറേ പേര് ഇംഗ്ലീഷിലുള്ളത് എഴുതുമ്പോൾ കുറേ പേർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, അത് മലയാളത്തിലേക്ക് ആക്കണം എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനത് ഇമ്മീഡിയറ്റ് ആയിട്ട് മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു വിശേഷങ്ങൾ. കൂടുതൽ നാളെ എന്തായാലും മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,250 വരെയും നിഫ്റ്റി കയറി വരുന്നതുവരെയും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 23,250 ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഒരു 30 പോയിന്റ് അങ്ങ് മുകളിലേക്കായിരിക്കും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഈ മാസം മെയ് മാസത്തിൽ എത്തേണ്ട ഒരു ടാർഗറ്റാണ് ഞാൻ പറഞ്ഞത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ. എന്തായാലും ഇന്നത്തെ ഈ പൂരത്തിന്റെ വെട്ടിക്കെട്ടിൽ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ എന്തുകൊണ്ട് ലോസ് സംഭവിച്ചു എന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും ഒത്തിരി പേർക്കും ഉപകാരപ്പെടും. അതുപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ബുക്ക് ചെയ്ത് 136% എനിക്ക് സ്ക്രീൻഷോട്ട് വന്നതിൽ ഹയസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നിഫ്റ്റിയിൽ ആണ് എല്ലാ ആൾക്കാർക്കും വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പെർസെൻറ്റേജ് താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.